ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2019 ഒഡീസയിൽ കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. സോ അത് 2019 മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒഡീസ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി വിൽ സി എ സെലക്ടബിൾ മാർക്കർ ഈസ് യൂസ്ഡ് ടു. സെലക്ടബിൾ മാർക്കർ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? റീകോമ്പിനൻസിനെ നോൺ റീകോമ്പിനൻസിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ടബിൾ മാർക്കർ യൂസ് ചെയ്യുന്നത്. സെലക്ടബിൾ മാർക്കറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്ട്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എൻസൈംസ് ലൈക്ക് ബീറ്റ ഗാലക്ടോസിഡേസ് വിച്ച് ക്യാൻ ഡൈജസ്റ്റ് ലാക്ടോസ്, അങ്ങനത്തെ ജീനൊക്കെയാണ് യൂസ് ചെയ്യുക. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് ദ നോൺ ട്രാൻസ്ഫോർമൻസ് സോ ദാറ്റ് ദ ട്രാൻസ്ഫോർമൻസ് ക്യാൻ ബി റീജനറേറ്റഡ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. വെസ്റ്റേൺ ഗാർഡ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം വിൽ യു യൂസ് ടു നോട്ടിഫൈ സച്ച് സ്പീഷീസ്? അത് ഒരു സ്ഥലത്ത് മാത്രം കാണുന്ന സ്പീഷീസിനെ നമ്മൾ പറയുന്നത് എൻഡമിക് സ്പീഷീസ് എന്നാണ്. ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം അത് കൂടുതലായിട്ട് കാണുകയും വേറൊരു റീജിയനിൽ കാണാതിരിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ വെസ്റ്റേൺ ഗാർഡിൽ കാണുന്ന ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റിക്ക് നമ്മൾ പറയാം എൻഡമിക് സ്പീഷീസ് എന്ന് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഓസോൺ ഈസ് കറക്റ്റ്? ഓസോൺ എന്ന് പറയുന്ന സ്ട്രാറ്റോസ്ഫിയർ ലെയറിൽ കാണുന്ന O3 എന്ന് പറയുന്ന ഒരു പാളിയാണ് ഓസോൺ പാളി. അത് നമ്മൾ UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിലും ഓസോൺ ഉണ്ട്. പക്ഷേ ട്രോപ്പോസ്ഫിയറിലുള്ള ഓസോൺ എന്ന് പറയുന്ന ബാഡ് ഓസോൺ ആണ്, അത് പൊല്യൂട്ടൻ്റ് ആണ്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ഈസ് ഗുഡ് ഓസോൺ ദാറ്റ് വിൽ പ്രിവെൻറ്റ് അസ് ഫ്രം ദ UV റേഡിയേഷൻ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ പ്രൊട്ടക്റ്റ് അസ് ഫ്രം UV റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലോറേഷൻ ഓഫ് മോളിക്കുലാർ ജനറ്റിക് ആൻഡ് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി ഫോർ നോവൽ പ്രോഡക്റ്റ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഈസ് കോൾഡ് ആസ് ബയോ പ്രോസ്പെക്റ്റിംഗ്. അതിന് പറയുന്ന ബയോ പ്രോസ്പെക്റ്റിംഗ് എന്നാണ് കേട്ടോ. സോ ഹിയർ ബയോ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മോളിക്കുലാർ ലെവലിലോ ജനറ്റിക് ലെവലിലോ സ്പീഷീസ് ലെവലിലോ അതിൻ്റെ ഡൈവേഴ്സിറ്റീനെ എക്സ്പ്ലോർ ചെയ്യുന്ന പലതരത്തിലുള്ള മോളിക്കുലാർ കോമ്പൗണ്ടിനെ, ജനറ്റിക് മെറ്റീരിയലിനെ, സ്പീഷീസ് വെറൈറ്റീനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ് ബയോ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ബയോ പൈറസി എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ബയോ റിസോഴ്സസ് ഒരു കൺട്രിയിൽ വേറൊരു കൺട്രിയിലേക്ക് അവരുടെ അധികാരമില്ലാതെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ബയോ പൈറസി എന്ന് പറയാം. ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ഇൻ ലിവിങ് ഓർഗാനിസത്തിനാണ് ബയോ എനർജറ്റിക്സ് എന്ന് പറയുന്നത്. ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിനെ യൂസ് ചെയ്ത് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ടുള്ള വേസ്റ്റിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കളയിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ബയോ പ്രോസ്പെക്റ്റിംഗ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്നോവേറ്റീവ് റെമഡി ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ്? പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഒരു ഇന്നോവേറ്റീവ് റെമഡി ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ഇൻ ബാംഗ്ലൂർ ദാറ്റ് വാസ് മേക്കിംഗ് പോളിബ്ലെൻഡ്. പോളിബ്ലെൻഡ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൗഡറാണ്. അത് ബിറ്റുമിൻ പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ട് റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് ലോങ് ലാസ്റ്റിംഗ് റോഡ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഓൾറെഡി ഇൻ ബാംഗ്ലൂർ. അപ്പോൾ പോളിബ്ലെൻഡ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. Next question, between which among the following the relationship is not an example of commensalism? Commensalism എന്ന് പറയുന്ന ഇന്ററാക്ഷനിൽ, commensalism എന്ന് പറയുന്ന റിലേഷനിൽ നമുക്ക് ഒരു ഓർഗാനിസം ബെനിഫിറ്റഡും അതർ ഓർഗാനിസം ന്യൂട്രലി എഫക്റ്റഡും കാണാൻ പറ്റും. Okay, so here female wasp and fig species they show symbiotic relationship, symbiotic association, benefit and benefited ആണ്. Orchid and the tree on which it grows, that is commensalism. Cattle egret and grazing cattle, that is also commensalism. Sea anemone and clone fish, അതും commensalismത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ commensalismത്തിന് എക്സാമ്പിൾ അല്ലാത്ത female wasp and fig species, so that is correct. Next one, if an agriculture field is liberally irrigated or a prolonged period irrigated for a prolonged period of time, it is likely to face a problem of ആ സോയിൽ വന്നിട്ട് കൂടുതൽ സലിനിറ്റി ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇറിഗേഷൻ ചെയ്ത് വാട്ടർ കെട്ടിക്കിടക്കുമ്പോൾ അത് വാട്ടർ ലോഗിങ്ങിന് കാരണമാവുകയും അതിൻ്റെ ആ സോയിലിലുള്ള എല്ലാ
എന്താണ് സോൾട്ട് കണ്ടന്റിനെ അതിന് സർഫസിലേക്ക് ഡ്രോ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ സലിനിറ്റി ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മെത്തനോജൻസ് ഈസ് നോട്ട് കറക്റ്റ്? They produce methane gas, correct. They can be used to produce biogas, correct. They are found in the rumen of cattle and their excreta, correct. They grow aerobically and break down cellulose rich food. അത് anaerobically ആണ് വർക്ക് ചെയ്യുന്നത്. So that is wrong. Next question. In mung bean, resistance to yellow mosaic virus and powdery mildew were brought about by inducing mutation. Mutation breeding വഴിയാണ് ഇങ്ങനെ ഒരു resistant variety മൂങ് ബീനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കൊക്ക ആൽക്കലോയിഡ് ഓർ കൊക്കൈൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം എറിത്രോസൈലം കൊക്ക. ദിസ് ഈസ് വൈഡ്ലി സീൻ ഇൻ സൗത്ത് അമേരിക്ക. ഓക്കെ, സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മൈക്രോബ് വിച്ച് പെയർ ഹാസ് ബോത്ത് ദ മൈക്രോബ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ? ഇവിടെ ആസ്പെർജില്ലസ് സിട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫംഗസ് ആണ്. ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസും കൂടിയാണ് നമ്മുടെ ബോഡിയിൽ കേട്ടോ. സൈനോബാക്ടീരിയ ദാറ്റ് ആക്ട് ആസ് എ ബയോ ഫെർട്ടിലൈസർ, കറക്റ്റ്. ആസ്പെർജില്ലസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, കൊമേഴ്ഷ്യലി സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. റൈസോപ്പസ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുമല്ല. റൈസോബിയം ദാറ്റ് ഈസ് എ ബയോ ഫെർട്ടിലൈസർ വിച്ച് ഈസ് ആക്ടിങ് ആസ് എ ബയോ ഫെർട്ടിലൈസർ ഇൻ ലെഗ്മിനേഷ്യ. അതുപോലെ റൈസോപ്പസ് പറഞ്ഞാണ്. സൈനോബാക്ടീരിയ ആൻഡ് റൈസോബിയം ഇത് രണ്ടും ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. So here fourth option is correct. Next question, given below are four statements pertaining to separation of DNA fragment using gel electrophoresis. Identify the incorrect statement. DNA is negatively charged molecule and so it is located on gel towards the anode terminal. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, അതുകൊണ്ട് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് കാഥോഡ് ടെർമിനലിൽ നിന്നാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ട് ആനോഡ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുന്നത്. ആനോഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് വൺ, DNA fragments travel along the surface of the gel whose concentration does not affect the movement of DNA. ഇല്ല, കോൺസെൻട്രേഷൻ കൂടുന്തോറും DNA മൂവ്മെന്റിന്റെ സ്പീഡ് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അകാറിന്റെ പോഴ്സിന്റെ ഇടയിൽ കൂടിയാണ് DNA മൂവ് ചെയ്യുന്നത്. അപ്പോൾ പോഴ്സിന്റെ വലിപ്പം കുറയുമ്പോൾ, കോൺസെൻട്രേഷൻ കൂടിയ പോഴ്സിന്റെ വലിപ്പം കുറയും, അതിൽ കൂടെയുള്ള DNA മൂവ്മെന്റ് ഇതിന്റെ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ അതും തെറ്റാണ്. സ്മോളർ ദ സൈസ് ഓഫ് ദ DNA ഫ്രാഗ്മെന്റ് ലാർജർ ഇസ് ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ത്രൂ ഇറ്റ്. കറക്റ്റ് ആണ്. ഏറ്റവും ചെറിയ സെഗ്മെന്റ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യും. നെക്സ്റ്റ് വൺ, പ്യുവർ DNA ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഡയറക്ട്ലി ബൈ ദ എക്സ്പോസിംഗ് ടു UV റേഡിയേഷൻ. തെറ്റാണ്. പ്യുവർ DNA ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു see under UV radiation. As such, it has to be stained with ethidium bromide. Ethidium bromide in രണ്ട് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഇന്റർ കാലേറ്റ് ചെയ്താണ് കാണുക. അപ്പോൾ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എയും ബിയും ഡിയും ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എൻസൈം കാറ്റലൈസിംഗ് ദ റിമൂവൽ ഓഫ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് DNA ഈസ്. DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിന് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസ് രണ്ട് തരത്തിലുണ്ട്, എക്സോ ന്യൂക്ലിയസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് DNAയുടെ എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യും. എൻഡോ ന്യൂക്ലിയസ് അതിന്റെ ഉൾഭാഗത്ത് ന്യൂക്ലിയസിനെ കട്ട് ചെയ്യും. അതായത് ഇൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോടൈഡ് ഇറ്റ് വിൽ ബി കട്ട്. So here we can say exonuclease that will remove the nucleotide from one end. Next one, RNA interference. RNAi, the genes are silenced using double stranded RNA വെച്ചിട്ടാണ് RNA interference ചെയ്യുന്നത്. ഈ RNA interference എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രകാരം ഈ സ്പെഷ്യൽ സീക്വൻസ് ഓഫ് DNA ഇൻ യൂക്കാരിയോട്ടിക് ഓർഗാനിസം അവർക്ക് രണ്ട് DNA സ്ട്രാൻഡിൽ നിന്നും ഒരു RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് വരാൻ കഴിയും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു RNA സ്ട്രാൻഡ് എന്ന് പറയുന്ന ഡബിൾ സ്ട്രാൻഡഡ് RNA ആയിരിക്കും. അത് രണ്ടും കോംപ്ലിമെന്ററി ആയിരിക്കും. അത് രണ്ടും കൂടി ഡബിൾ സ്ട്രാൻഡ് ആയിട്ടായിരിക്കും കാണുക. അത് പുറത്ത് വന്നതിന് ശേഷം ഡൈസർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വെച്ച് അതിനെ ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റും. ഈ പീസ് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് ഒന്ന് പാസഞ്ചർ സ്ട്രാൻഡും ഒന്ന് ഗൈഡ് സ്ട്രാൻഡും ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനകത്ത് പാസഞ്ചർ സ്ട്രാൻഡ് ഡൈജസ്റ്റ് ആയി പോകും. ഗൈഡ് സ്ട്രാൻഡ് വന്നിട്ട് ഒരു സ്പെഷ്യൽ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്യും. ആ സ്പെഷ്യൽ പ്രോട്ടീൻ നമ്മൾ പറയുന്ന പേരാണ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്നാണ്. ഈ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സിനെയും വലിച്ചുകൊണ്ട് ഗൈഡ് സ്ട്രാൻഡ് ഈ നെമാറ്റോഡ് എന്ന് പറഞ്ഞാൽ മെലോയിഡിജിൻ ഇൻകോഗ്നീഷ്യ പോലത്തെ നെമാറ്റോഡിനെ എക്സ്പ്രഷനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന RNA ഇന്റർഫറൻസ് അല്ലേ. അപ്പോൾ ആ നെമാറ്റോഡിൽ നിന്ന് ഉണ്ടാകുന്ന RNAയിൽ പോയിട്ട് ഈ റിസ്ക് വന്നിട്ട് RNAനെ ചോപ്പ് ചെയ്ത് കളയും. അങ്ങനെയാണ് RNA ഇന്റർഫറൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ദ 59th ക്വസ്റ്റ്യൻസ് ആൻസർ ഈസ് ഡബിൾ സ്ട്രാൻഡഡ് RNA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ഇൻ ആൻജിയോസ്പേം? ആൻജിയോസ്പേമിൽ കാണുന്ന എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന മോണോസ്പോറിക് വിത്ത് 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. മോണോസ്പോറിക് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അതിന്റെ സിംഗിൾ മെഗാസ്പോറിന്റെ ഉള്ളിൽ 3 സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നതിന് ശേഷം സൈറ്റോകൈനസിസ് ഓരോ പോളിലും നടന്ന്
7 celled 8 nucleate stage ആയിട്ടുള്ള embryo sac ആണ് angiospermസിലുള്ളത്. So here the third option is correct. Next one, from the following identify the correct combination of salient features of genetic code. Genetic കോഡിൻ്റെ salient features എന്ന് പറയുന്നത് it is degenerate, കറക്റ്റ് ആണ്. അത് എന്താ പറയുക, ഒന്നിൽ കൂടുതൽ കോഡോൺ ഒരു സിംഗിൾ അമിനോ ആസിഡിനെ കോഡ് ചെയ്യാം. നോൺ ഓവർലാപ്പിംഗ്, അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല. നോൺ ആംബിഗ്യൂസ്, അത് സ്പെസിഫിക് ആണ്. അത് എന്താ പറയുക, ആംബിഗ്യൂസ് അല്ല, സ്പെസിഫിക് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മൂന്നും ഈ പറയുന്ന ജനറ്റിക് കോഡോണിൻ്റെ ക്യാരക്ടറാണ് കേട്ടോ. ഇനി യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സലിന് എക്സെപ്ഷൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഡോൺ ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമാണ് എല്ലാ തരത്തിലുള്ള ഓർഗാനിസത്തിലും കോഡ് ചെയ്യുന്നുള്ളൂ. അവിടെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയിലും അതേപോലെ തന്നെ പ്രോട്ടോസോവയിലുമാണ്. മൈറ്റോകോൺട്രിയയിലെ എക്സെപ്ഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. മൈറ്റോകോൺട്രിയയിൽ UGA ട്രിപ്റ്റോഫാൻ കോഡ് ചെയ്യുന്ന, പക്ഷെ നമുക്കറിയാം UAA, UAG, UGA ഇത് മൂന്നും സ്റ്റോപ്പ് കോഡോണാണ്. പക്ഷേ UGA ഇൻ മൈറ്റോകോൺട്രിയ ഇറ്റ് കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ. ആനിമൽസിലെ മൈറ്റോകോൺട്രിയയിൽ AUA അത് മെത്യോനിനെ ആണ് കോഡ് ചെയ്യുന്നത് ഐസോലൂസിന് പകരം. AUA എന്ന് പറയുന്നത് ഐസോലൂസിനെ കോഡ് ചെയ്യുന്നതാണ്, അതിന് പകരം മെത്യോനിനെ മൈറ്റോകോൺട്രിയയിൽ കോഡ് ചെയ്യുക. അതേപോലെ AGA, AGG ഇത് രണ്ടും സ്റ്റോപ്പ് കോഡോൺസ് ആണ് മൈറ്റോകോൺട്രിയയിൽ. പക്ഷെ ശരിക്കും അത് ആർജിനൈനെ കോഡ് ചെയ്യുന്നതാണ് AGA, AGG. പക്ഷെ ഇവിടെ UAA, UAG ഒക്കെ വേറെ തന്നെ കോഡ് ചെയ്യാൻ പോവാണല്ലോ. അതുകൊണ്ട് AGA, AGG ഒക്കെയാണ് ഈ പറയുന്ന സ്റ്റോപ്പ് കോഡോണായിട്ട് ആക്ട് ചെയ്യുന്നത്. പ്രോട്ടോസോവന്റെ കേസിൽ UAA, UAG സ്റ്റോപ്പ് കോഡോണായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. പ്രോട്ടോസോവൻസിന്റെ കേസിൽ ഗ്ലൂട്ടമൈനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് UAA, UAG കേട്ടോ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. കുറേ ഉണ്ട് വേറെ, പക്ഷേ ഇത് ഇത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനി വോബിൾ ഹൈപ്പോത്തസിസ്, ഇത് ഡീജനറേസി കാണിക്കുന്നത് ഒരു ഇതാണ് വോബിൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്നിട്ടാണ് ഈ വോബിൾ ഹൈപ്പോത്തസിസ് കാണിക്കുന്നത്. ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ് ചിലപ്പോൾ എന്താണ് മാച്ച് ആയില്ലെങ്കിലും ആൻറ്റികോഡൺ കറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ കൊണ്ടുപോയി അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇതിനകത്ത് കൊണ്ട് അറ്റാച്ച് ചെയ്യും. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഈസ് degenerate. Degeneracy show wobbleness, wobble hypothesis. Okay, next one, which scientist experimentally proved that the DNA is the sole genetic material in bacteriophage? Bacteriophage genetic material DNA ആണ് കണ്ടുപിടിച്ചത് ഹാർഷി ആൻഡ് ചേസ് ആണ്. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഓർഗാനിസം എന്ന് പറയുന്നത് ഈക്കോളയും അതുപോലെ ബാക്ടീരിയോഫേജ് ആയിട്ടുള്ള T2 ബാക്ടീരിയോഫേജുമാണ്. ജേക്കബ് ആൻഡ് മൊണോഡ് ലാക്കോപ്രോൺ കണ്ടുപിടിച്ചതാണ്. ബീഡിൽ ആൻഡ് ടോട്ടം 1 ജീൻ 1 എൻസൈമിനെ കോഡ് ചെയ്യുന്ന കണ്ടുപിടിച്ചതാണ്. മിസിൽസൺ ആൻഡ് സ്റ്റാൾ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്ട് ദ RNA പോളിമറൈസ് 1 ട്രാൻസ്ക്രൈബ്. യൂക്യാരിയോട്സിന്റെ കേസിൽ RNA പോളിമറൈസ് 1 ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന 28S rRNA-നെയും 18S rRNA-നെയും 5.8S rRNA-നെയാണ്. പ്രിക്കോഴ്സർ ഓഫ് mRNA അല്ലെങ്കിൽ HNRNA ഒക്കെ കോഡ് ചെയ്യുന്നത് സിന്തസൈസ് ചെയ്യുന്ന RNA പോളിമറൈസ് 2 ആണ്. അതുപോലെ tRNA, 5S rRNA, SNRNA ഇതിന് സിന്തസൈസ് ചെയ്യുന്ന RNA പോളിമറൈസ് 3 ആണ്. അതുപോലെ mRNA വിത്ത് അഡീഷണൽ പ്രോസസ്സിംഗ് ക്യാപ്പിംഗ് ഇതൊക്കെ ചെയ്യുന്ന സ്പ്ലൈസിയോസോം എന്ന പ്രോട്ടീനാണ്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ജനറ്റിക് കണ്ടീഷൻ ഈച്ച് സെൽ ഇൻ ദ അഫക്റ്റഡ് പേഴ്സൺ ഹാസ് 3 സെക്സ് ക്രോമസോം XXY. XXY കണ്ടീഷൻ ഉള്ളത് ക്ലിൻ ഫിൽട്ടർ സിൻഡ്രോമിലാണ്. XXY കണ്ടീഷൻ ഉള്ളത്. ടേണർ സിൻഡ്രോം XO കണ്ടീഷനാണ്. തലാസീമിയ എന്ന് പറയുന്ന ഒരു മെൻഡേലിയൻ ഡിസോർഡർ ആണ്. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ ആണ്. അത് ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ ഉണ്ട്. ആൽഫ തലാസീമിയ 16th ക്രോമസോമിലെ ഡിഫക്റ്റ് കൊണ്ടും ബീറ്റ തലാസീമിയ 12th ക്രോമസോമിലെ ഡിഫക്റ്റ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. ആൽഫ തലാസീമിയ ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിൻ കുറച്ചുണ്ടാക്കുന്നതും അത് ആവശ്യത്തിന് ഉണ്ടാക്കാതെ വരുന്നതും, ബീറ്റ തലാസീമിയ എന്ന് പറയുന്ന ബീറ്റ ചെയിൻ്റെ കുറവും ആണ് ബീറ്റ തലാസീമിയ എന്ന് പറയുന്നത്. ഫീനൈൽ കീറ്റോനൂറിയ ഒരു മെൻഡേലിയൻ ഡിസോർഡർ ആണ്. ക്രോമസോം നമ്പർ 12 ഉണ്ടാകുന്ന ഓട്ടോസോമൽ ഡിസോർഡർ ആണ് ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഇനീഷ്യേഷൻ ആൻഡ് ടെർമിനേഷൻ ഫാക്ടേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്ട്? യൂക്യാരിയോട്ടിലെ ഇനീഷ്യേഷൻ ഫാക്ടർ സിഗ്മ ഫാക്ടറും ടെർമിനേഷൻ ഫാക്ടറും rho factor. So here sigma and rho factor respectively. Second option is correct. Next one, which of the following statement is correct about the origin and evolution of men? Neanderthal men lived in Asia between
1,40,000 years back. കറക്റ്റ് ആണത്. അഗ്രികൾച്ചർ കെയിം അറൌണ്ട് 50,000 years back. അല്ല, 10,000 years back. അപ്പോൾ തെറ്റാണ്. ഡ്രയോപിത്തക്കസ് ആൻഡ് രാമാപിത്തക്കസ് പ്രൈമേറ്റ്സ് എക്സിസ്റ്റിംഗ് 15 million years ago walk like a man. അത് 15 million years ago ആണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഗറില്ല ചിമ്പാൻസി പോലെയാണ് അവർ നടന്നിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഹോമോ ഹാബിലിസ് പ്രോബബ്ലി എയ്റ്റ് മീറ്റ്. ഹോമോ ഹാബിലിസ് ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി വന്നാൽ 650 to 800 cc ആണ് ബ്രെയിൻ കപ്പാസിറ്റി. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the production of gamete by the parents, the formation of zygote, the F1 and F2 plants can be understood using. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉണ്ടാകുന്ന ജീനോടൈപ്പും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പന്നറ്റ് സ്ക്വയറിലാണ്. റിജിനാൾഡ് പന്നറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് കണ്ടുപിടിച്ചത്. പന്നറ്റ് സ്ക്വയർ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഇൻ ഹാച്ചൻസ്ലാഗ് പാത്വേ ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഈസ്. ഹാച്ചൻസ്ലാഗ് പാത്വേ ഇറ്റ് ഈസ് സീൻ ഇൻ ദ C4 പ്ലാന്റ്. C4 പാത്വേക്കാണ് ഹാച്ചൻസ്ലാഗ് പാത്വേ എന്ന് പറയുന്നത്. അവിടെ ഫസ്റ്റ് പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന PEP ആണ്, ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ് ഈസ് എ വെരി യൂസ്ഫുൾ ടെക്നിക് ടു ബൂസ്റ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ടീ ലീവ്സ്. ദിസ് ഇസ് ബിക്കോസ്. ഇവിടെ ഷൂട്ടിന്റെ ടിപ്പ് റിമൂവ് ചെയ്ത് ലാറ്ററൽ ബഡ്സിന്റെ എലോങ്ങേഷനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഓക്സിനെ റിമൂവ് ചെയ്ത് സൈറ്റോകൈനിന്റെ എഫക്റ്റ് കൂട്ടുകയാണ് ചെയ്യുക. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എഫക്ട് ഓഫ് ഓക്സിൻ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ് ഈസ് എൻഹാൻസ്ഡ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഹാർവെസ്റ്റിങ്ങും ഈസി ആവും. അതേപോലെ ഇനഫ് നമ്പർ ഓഫ് ലീവ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അതിന് ഹാർവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ലീവ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ സയൻറ്റിസ്റ്റ് കൾച്ചേർഡ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്ന സിംഗിൾ സെല്ലുലാർ ആൽഗിയാണ്. ഇൻ എ സസ്പെൻഷൻ ഓഫ് അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ എന്ന് പറയുന്ന എറോബിക് ബാക്ടീരിയ ആണ്. ആൻഡ് ഇല്ലുമിനേറ്റഡ് ദ കൾച്ചർ ബൈ സ്പ്ലിറ്റിംഗ് ലൈറ്റ് ത്രൂ എ പ്രിസം. ഹി ഒബ്സർവ് ദാറ്റ് ബാക്ടീരിയ അക്യുമുലേറ്റഡ് മെയിൻലി ഇൻ ദ റീജിയൻ ഓഫ്. ഈ TW ഏഞ്ചൽമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ക്ലാഡോഫോറനെ അസറ്റോബാക്ടറിനെയും വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തത്. അദ്ദേഹം ക്ലാഡോഫോറയിലെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന റീജിയനിലെ എയറോബിക് ഓർഗാനിസത്തിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ഓർഗാനിസത്തിനെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അദ്ദേഹം ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കളർ ലൈറ്റ് ഓരോ ഭാഗത്ത് അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ബ്ലൂ റീജിയൻ ആൻഡ് റെഡ് റീജിയൻ വേർ ദ ഓക്സിജൻ പ്രൊഡക്ഷൻ ഈസ് there, that means there the photosynthesis it occurs, and there the acetobacter it is living because oxygen evolution it take place in that area. അപ്പോൾ അവിടെ ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് റീജിയനിലാണ് ഈ പറയുന്ന ബാക്ടീരിയ അക്യുമുലേറ്റ് ചെയ്തത് ബിക്കോസ് ഓഫ് ഓക്സിജൻ പ്രൊഡക്ഷൻ ഇൻ ദാറ്റ് ഏരിയ ഡ്യൂ ടു ഫോട്ടോസിന്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ yield of sugarcane crop, which of the following plant growth regulators should be sprayed? sugarcane growth ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇന്റർ കാലറി മെരിസ്റ്റത്തിനെയാണ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഇന്റർ കാലറി മെരിസ്റ്റം എലോങ്ങേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഗിബർലിൻ ആണ്. സോ ഗിബർലിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, what type of pollination take place in Vallisneria? വാലിസ്നേറിയയുടെ കേസിൽ മെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ താഴെ ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ മേലെയാണ്. ഈ മെയിൽ ഫ്ലവേഴ്സ് മെച്ചുവർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ മെയിൽ ഫ്ലവേഴ്സ് അവിടെ നിന്ന് പ്ലാന്റിൽ നിന്ന് വിട്ടു പോരുകയും അത് മേലേക്ക് എത്തുകയും ഈ മെയിൽ ഫ്ലവറിൻ്റെ ഫ്ലവർ ഒരു ബോട്ട് പോലെ ആക്ട് ചെയ്യും. അതിൻ്റെ സ്റ്റേമൻ വന്നിട്ട് അതിൻ്റെ സെയിലായിട്ട്, അതായത് വഞ്ചിയും തുഴയും പോലെയാണ് അത് ആക്ട് ചെയ്യുക. അത് വെള്ളത്തിൻ്റെ ടിപ്പിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ടർ കറൻറ്റിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ ഒഴുകി ആ ഫീമെയിൽ ഫ്ലവർ നിൽക്കുന്ന ഡിപ്രഷനിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് പോവുകയും ആ ഫീമെയിൽ ഫ്ലവറിന്റെ മേലേക്ക് അതിന്റെ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് മെയിൽ ഫ്ലവേഴ്സ് ആർ ക്യാരിഡ് ബൈ വാട്ടർ കറന്റ് ടു ഫീമെയിൽ ഫ്ലവേഴ്സ് അറ്റ് സർഫസ് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോത്ത് ഓട്ടോഗ്യാമി ആൻഡ് ജീറ്റനോഗ്യാമി ആർ പ്രിവെന്റഡ്? ഓട്ടോഗ്യാമിയും ജീറ്റനോഗ്യാമിയും നടക്കാത്ത പ്ലാന്റ് എന്ന് പറയുന്ന ഡൈഷ്യസ് പ്ലാന്റ് ആണ്. ദാറ്റ് ഈസ് പപ്പായ. ഹിയർ ഇറ്റ് ഈസ് പപ്പായ. ഡേറ്റ് പാമിലൊക്കെ ഓട്ടോഗ്യാമിയും ജീറ്റനോഗ്യാമിയും പ്രിവെന്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വൺ, മാച്ച് the placental type with their example. basal placentation കാണുന്ന സൺഫ്ലവറിലെ basal placentation ആണ്. axial placentation it is seen in China rose. parietal placentation it is seen in mustard. free central placentation it is present in dianthus. Okay, so here the correct option is 4. next one, match the column 1 with column 2. Golgi apparatus എന്ന് പറയുന്ന formation of glycoprotein and glycolipid, അതായത് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഒക്കെ ഉണ്ടായി അതിന്റെ മോഡിഫിക്കേഷൻ നടക്കുന്ന ഗോൾജി അപ്പാരറ്റസിലാണ്. ലൈസോസോം, ഡൈജസ്റ്റിംഗ് ബയോമോളിക്യൂൾ ആണ് ലൈസോസോം ബിക്കോസ് ദേ ഹാവ് ഹൈഡ്രോലൈറ്റിക് എൻസൈം ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ്സ് pH is 5. Vacuole, it is a trap waste and excretory product. Ribosome, synthesis of protein. So here the correct option is 2.
Next one, prosthetic group differ from coenzyme in that prosthetic group എപ്പോഴും അപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് സ്റ്റേജിലായിരിക്കും കാണുക. പക്ഷേ ഈ കോഎൻസൈമും അതുപോലെ തന്നെ മെറ്റൽ അയോൺസും ഒക്കെ ലൂസ്ലി ബൗണ്ട് റീജിയനിൽ റൗണ്ട് പാറ്റേണിലായിരിക്കും ലൂസ്ലി ബൈൻഡ് ചെയ്ത രീതിയിലായിരിക്കും കാണുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോ എൻസൈം സെപ്പറേറ്റ് ആയിട്ട് കാണുക, അതായത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കേണ്ട സ്റ്റേറ്റിൽ ഈ പറയുന്ന മെറ്റൽ അയോൺസും അതുപോലെ കോഎൻസൈംസും അതിന് അറ്റാച്ച് ചെയ്യില്ല. അത് എപ്പോഴാണോ ആക്റ്റീവ് ആവേണ്ട ആ സമയത്ത് ഇപ്പോൾ എൻസൈം വന്നിട്ട് ഈ പറയുന്ന കോഎൻസൈമും അതുപോലെ തന്നെ മെറ്റൽ അയോൺസും ആയിട്ട് ജോയിൻ ചെയ്ത് ഹോളോ എൻസൈം ആയിട്ട് മാറും. പക്ഷെ പ്രോസ്തറ്റിക് ഗ്രൂപ്പിൽ ലൈക്ക് ഹീം മോളിക്യൂൾ അതൊക്കെ എപ്പോഴും അതിനകത്ത് ബൈൻഡ് ചെയ്ത് ടൈറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ വിച്ച് ക്രോമാറ്റിഡ് ആൻഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ? ക്രോസിംഗ് ഓവർ നടക്കുന്ന മിയോസിസിലാണ്. മിയോസിസിൽ പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അത് റീകോമ്പിനേസ് എൻസൈമിന്റെ പ്രസൻസ് പാക്കറ്റീൻ സ്റ്റേജിലുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്ന ഹോമോലോഗസ് ക്രോമസോംസിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ ഇടയിലായിരിക്കും ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം അറ്റ് പാക്കറ്റീൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമചന്ദ്രൻ പ്ലോട്ട് ഈസ് യൂസ് ടു കൺഫേം ദ സ്ട്രക്ചർ ഓഫ് രാമചന്ദ്രൻ പ്ലോട്ട് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയാനുള്ള കാരണം GN രാമചന്ദ്രനാണ് ഇത് ഡെവലപ്പ് ചെയ്ത് 1963. അത് ഡെവലപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പ്രോട്ടീൻ സ്ട്രക്ചറിൽ അതിൻ്റെ ടോർഷൻ ആംഗിൾസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനൊരു രാമചന്ദ്രൻ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് സൊല്യൂട്ട് ഇൻ പ്ലാന്റ്സ്? റിക്വയർ ATP അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. ഒക്കേഴ്സ് എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അതും അതിൻ്റെ ഒരു ഫീച്ചറാണ്. നോൺ സെലക്റ്റീവ് അത് സെലക്റ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എപ്പോഴും ഒരു ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ വഴിയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് സെലക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇതാണ് കറക്റ്റ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ മെംബ്രെയിൻ, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ റെഡ്യൂസ് നൈട്രേറ്റ് ഇൻ സോയിൽ ഇൻടു നൈട്രജൻ? നൈട്രേറ്റിനെ നൈട്രജൻ ആക്കി മാറ്റുന്നത് തയോബാസിലസും സ്യൂഡോമോണസ് ആണ്. ബാക്കിയെല്ലാം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ആണ്. സോ തയോബാസിലസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ ഹിയർ. നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ വെൻ എ പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ? ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇരിക്കുന്നത് പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ വെള്ളം മൂവ് ചെയ്യുമ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്കായിരിക്കും വെള്ളം മൂവ് ചെയ്യുക. സോ വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദ സെൽ, ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, വെയർ ഈസ് ദ റെസ്പിറേറ്ററി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ലൊക്കേറ്റഡ് ഇൻ പ്ലാന്റ്സ്? ഏതിൻ്റെ കേസിലാണെങ്കിലും ഈ റെസ്പിറേറ്ററി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ളത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. സോ ഹിയർ ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ICBN? ICBN എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂൾ ഏതാണ്? ജനറിക് ആൻഡ് സ്പെസിഫിക് നെയിം ഷുഡ് ബി റിട്ടൺ സ്റ്റാർട്ടിംഗ് വിത്ത് സ്മോൾ ലെറ്റർ. ഇത് തെറ്റാണ്. Genus name should start with capital letter and specific epithet it should start with small letter. Adana sheri. Handwritten scientific name should be underlined separately, correct. Every species should have a generic name and a specific epithet, correct. Scientific name are in Latin and it should be italicized, that is also correct. Which of the following statement is correct? Lichen are not good pollution indicator. അത് good pollution indicator ആണ്. അപ്പോൾ തെറ്റാണ്. Lichen do not grow in polluted area. അത് ശരിയാണ്. Algal component of lichen is called as mycobiont. അല്ല, phycobiont ആണ്. Fungal component of lichen is called as phycobiont. അല്ല, mycobiont ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, match the organisms in column 1 with habitat in column 2. Halophiles കാണുന്നത് സാൾട്ടി ഏരിയാസിലാണ്. Thermoacidophiles it is present in hot spring. Methanogens it is present in gut of ruminant organism. Cyanobacteria aquatic environmentൽ കാണുന്നതാണ്. So here the correct option is 2. സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻ ദ ഡൈക്കോട്ട് റൂട്ട് ദ വാസ്കുലാർ ക്യാമ്പിയം ഒറിജിനേറ്റ് ഫ്രം? വാസ്കുലാർ ക്യാമ്പിയം ഡൈക്കോട്ട് റൂട്ടിൽ ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഫ്ലോയം ബണ്ടിൽസിൻ്റെ താഴെ കാണുന്ന കൺജക്റ്റീവ് ടിഷ്യൂവും അതുപോലെ തന്നെ പെരിസൈക്കിളിൻ്റെ ഒരു പോർഷനും കൂടി കൂടിയിട്ടാണ്, പ്രോട്ടോസൈലത്തിൻ്റെ മേലെ കാണുന്ന പെരിസൈക്കിളിൻ്റെ ഒരു പോർഷനും കൂടി കൂടിയിട്ടാണ് ഈ വാസ്കുലാർ ക്യാമ്പിയം ഡൈക്കോട്ട് റൂട്ടിലുള്ളത്. അതാണ് കംപ്ലീറ്റ് റിംഗ് കൊടുക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ടിഷ്യൂ ലൊക്കേറ്റഡ് ബിലോ ദ ഫ്ലോയം ബണ്ടിൽ.
ബണ്ടിൽ, അതിന് നമ്മൾ പറയുന്നത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ആൻഡ് എ പോർഷൻ ഓഫ് പെരിസൈക്കിൾ ടിഷ്യൂ എബവ് ദ പ്രോട്ടോസൈലം, അത് പെരിസൈക്കിളിൻ്റെ ടിഷ്യൂ. അതും രണ്ടും കൂടി കൂടിയിട്ടാണ് എന്തുള്ളത് വാസ്കുലാർ ക്യാമ്പിയം ഇൻ ദ ഡൈക്കോട്ട് റൂട്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ വേൾഡ് ഫിലോടാക്സി. വേൾഡ് ഫിലോടാക്സി കാണിക്കുന്ന ഓൾസ്റ്റോണിയാണ്. കാലോട്രോപ്പിസിൽ ഓപ്പോസിറ്റ് ഫിലോടാക്സിയാണ്. ബാക്കി രണ്ടിലും മസ്റ്റാർഡിലും ചൈന റോസിലും ഓൾട്ടർനേറ്റ് ഫിലോടാക്സിയാണ്. നെക്സ്റ്റ് വൺ, റീജനറേഷൻ ഓഫ് ഡാമേജ്ഡ് ഗ്രോയിങ് ഗ്രാസ് ഫോളോയിങ് ഗ്രേസിംഗ് ഈസ് ലാർജ്ലി ഡ്യൂ ടു ഇന്റർകാലറി മെരിസ്റ്റം ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് റണ്ണർ ഗ്രാസിൽ കാണുന്നത്. ഓക്കെ, ഇന്റർകാലറി മെരിസ്റ്റം. നെക്സ്റ്റ് വൺ, ബൈകാർപ്പിലറി ഓവറി വിത്ത് ഒബ്ലിക്ലി പ്ലേസ്ഡ് സെപ്റ്റം ഈസ് സീൻ ഇൻ. ബൈകാർപ്പിലറി ഓവറി വിത്ത് ഒബ്ലിക്ലി പ്ലേസ്ഡ് സെപ്റ്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സൊളാനേഷ്യ, സൊളാനത്തിൽ കാണുന്നതാണ്. സെസ്ബാനിയ എന്ന് പറയുന്ന ഫാബേഷ്യ ഫാമിലിയാണ്. മോണോലോക്കുലാർ ഓവറിയാണ്. മോണോകാർപ്പിലറിയാണ്, മോണോലോക്കുലാർ അല്ല, മോണോകാർപ്പിലറിയാണ്. ബ്രാസിക്ക ബൈകാർപ്പിലറിയാണ്, പക്ഷേ യൂണിലോക്കുലാറാണ്. അലോ അത് ഇതാണ് ലിലിയേഷ്യ ഫാമിലിയാണ്, അത് ട്രൈ കാർപ്പിലറിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സൊളാനം. നെക്സ്റ്റ് വൺ, സബ്ജക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇൻബ്രീഡിംഗ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ കനോട്ട് ബി ഓവർകം ബൈ ഔട്ട് ക്രോസിംഗ്. അപ്പോൾ അതാണ് തെറ്റ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ക്യാൻ ബി ഓവർകം ബൈ ഔട്ട് ക്രോസിംഗ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ. ഇൻബ്രീഡിംഗ് ഹെൽപ്പ് ഇൻ എലിമിനേഷൻ ഓഫ് ഡെലിറ്റീരിയസ് അലീൽസ് ഫ്രം ദ പോപ്പുലേഷൻ. കറക്റ്റ് ആണ്. Then inbreeding is necessary to evolve a pure line in any animal. Correct ആണ്. It continue inbreeding reduces fertility and lead to inbreeding depression. അതും correct ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഫസ്റ്റ്. നെക്സ്റ്റ് വൺ, a biocontrol agent to be a part of an integrated pest management should be. ബയോകൺട്രോൾ ഏജന്റ് എപ്പോഴും സ്പീഷീസ് സ്പെസിഫിക് ആയിരിക്കണം. അതേപോലെ നോൺ ടാർഗറ്റ് ഓർഗാനിസത്തിനെ അത് കൊല്ലാൻ പാടില്ല. സോ ഹിയർ ഇറ്റ് ഷുഡ് ബി സ്പീഷീസ് സ്പെസിഫിക് ആൻഡ് ഇനാക്റ്റീവ് ഓൺ നോൺ ടാർഗറ്റ് ഓർഗാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് എൻസൈംസ് വിത്ത് their function. Restriction endonuclease. Restriction endonuclease, it will cut the DNA at specific position. Restriction exonuclease, it remove the nucleotide from the end of DNA. DNA ligase, join the DNA fragments. Tag polymerase. Tag polymerase in the spelling TAG alla TAQ ആണ്, because it is extracted from the Thermus aquaticus bacteria. Tag polymerase, it extend primers on genomic DNA template in polymerase chain reaction. So here 3 is the correct option. Next question, the two antibiotic resistant gene on vector PBR322 are for ampicillin and tetracycline ആണ്. രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ PBR322 ഇൻകോർപ്പറേറ്റ് ചെയ്ത്. ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡ് ബൊളിവർ റോഡ്രിഗ്വസ്, അതാണ് PBR റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബൊളിവർ എന്ന് പറയുന്ന റോഡ്രിഗ്വസ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവർ ചെയ്ത 322ാമത്തെ പ്ലാസ്മിഡാണിത്, അതാണ് നമ്പർ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബയോ റിസോഴ്സസ് ഓഫ് എ നേഷൻ ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് വിത്തൗട്ട് ഓതറൈസേഷൻ ഫ്രം എ കൺസേൺ കൺട്രീസ് റെഫേർഡ് ടു ആസ്. എന്താണ്? ബയോ പൈറസി അല്ലേ. ഇനി ബയോ വാർ, ബയോ വെപ്പൺ, ബയോ എത്തിക്സ് എന്നൊക്കെ പറയുന്നത്. ബയോ വാർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ബാസിലസ് ആന്ത്രാസിസ് അല്ലെങ്കിൽ എഴ്സീനിയ പെസ്റ്റിസ് അങ്ങനത്തെ ഓർഗാനിസത്തിനെയൊക്കെ വെച്ച് നമ്മൾ വേറൊരു കൺട്രിയിൽ അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബയോ വാർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബയോ വെപ്പൺ, ഈ പറയുന്ന ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്ന വൈറസസിനെയോ അല്ലെങ്കിൽ ബാക്ടീരിയനെയോ ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിനെ യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ബയോ വെപ്പൺ എന്ന് പറയുന്നത്. ബയോ എത്തിക്സ് എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് എത്തിക്കൽ ഇഷ്യൂ എമർജിങ് ഫ്രം അഡ്വാൻസസ് ഇൻ ബയോളജി ആൻഡ് മെഡിസിൻ. മെഡിസിനിലും അതുപോലെ ബയോളജിയിലും ഒക്കെ ഉള്ള അഡ്വാൻസ്മെൻറ്റിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസിന് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ബയോ എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, കാർണിവോറസ് ആനിമൽസ്. കാർണിവോറസ് ആനിമൽസ് ലയൺസ് ആൻഡ് ലിയോപാർഡ് occupy the same niche, but lion predate mostly larger animals and leopard takes smaller ones. This mechanism of competition is referred to as. അവരവരുടെ ഫുഡിനെ ഒരേ ട്രോഫിക് ലെവലിലാണെങ്കിൽ അവരുടെ ഫുഡിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് അവർ തിന്നുന്നത്. സോ ദാറ്റ് ഈസ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഓക്കെ, അത് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, decline in the population of Indian native fishes due to introduction of Clarias garipinus in river Yamuna can be categorized as alien species invasion ആണ്. ഇവിടെ പുതിയൊരു സ്പീഷീസ് വരുന്നതാണ് അല്ലേ, alien species inversion. Next question, match the following RNA polymerases with their transcribed product.
So here RNA polymerase 1 it will help in transcribing rRNA, RNA polymerase 2 it will help in transcribing hnRNA, RNA polymerase 3 tRNA. കണ്ട ഈ ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കേട്ടോ. ഇൻ എ മാരേജ് ബിറ്റ്വീൻ മെയിൽ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു മെയിൽ, അത് I കണ്ടീഷൻ ആവാം അല്ലെങ്കിൽ I സ്മോൾ I കണ്ടീഷൻ ആവാം. ആൻഡ് female with a blood group B, so IB condition. So here the progeny had either blood group AB or B. അപ്പോൾ progeny ഇവിടേക്ക് ഉണ്ടായ progeny-യിൽ IB കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു IB കണ്ടീഷനും വന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്മോൾ I വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഇയാൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ A ബ്ലഡ് ഗ്രൂപ്പ് ചിലപ്പോൾ സ്മോൾ I ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ IA തന്നെ ആവാം അല്ലേ. അപ്പോൾ ഇവിടെ സ്മോൾ I വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ IBയുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, we will get a B blood group. So here the combination will be like IA small I and IB condition. Okay, next question. A population of a species invade a new area. Which of the following condition will lead to adaptive radiation? ഒരു പുതിയ പോപ്പുലേഷൻ, ഒരു പുതിയ സ്പീഷീസ് ഒരു പുതിയ ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ വീണ്ടും അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കണമെങ്കിൽ ആ ഏരിയയിൽ തന്നെ പലതരത്തിലുള്ള വേക്കൻറ്റ് ഹാബിറ്റാറ്റ് ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് അവർക്ക് വീണ്ടും അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുള്ളൂ, പല ഭാഗത്തേക്ക് അവർ സ്പ്രെഡ് ആയി പോകുള്ളൂ. സോ ഹിയർ ഏരിയ വിത്ത് മെനി ടൈപ്പ് ഓഫ് വേക്കൻറ്റ് ഹാബിറ്റാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ A, B and C ഇൻ ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഇത് ഹോർമോണാണ്, ഇത് വന്നിട്ട് ഒരു റിസപ്റ്ററാണ്. ദിസ് റിസപ്റ്റർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. അതേപോലെ ഇത് ഉണ്ടാക്കുന്ന റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് മെസ്സഞ്ചറാണ് ഈ C എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സേ A ഈസ് എ പ്രോട്ടീൻ ഹോർമോൺ. ഇതിപ്പോൾ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ റിസപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആയതിനെ പ്രോട്ടീനേഷ്യസ് നേച്ചർ ആയതുകൊണ്ടാണ് അതിൻ്റെ സെൽ മെംബ്രെയിനിൽ അതിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ദ പ്രോട്ടീൻ ഹോർമോൺ B ഈസ് റിസപ്റ്റർ, C ഈസ് cyclic AMP. Cyclic AMP is a second messenger. Next question. Humans have acquired immune system that produces antibodies to neutralize the pathogens. Still, innate immune system is present at the time of birth because it it has natural killer cells which can phagocytose and destroy microbes. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ളതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഫിസിയോളജിക്കൽ സെല്ലുലാർ സൈറ്റോകൈൻ ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് ആവും, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആവും, സെല്ലുലാർ ബാരിയേഴ്സ് ആവാം, സൈറ്റോകൈൻ ബാരിയേഴ്സ് ആവാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ബൈ ബർത്ത് വി ഹാവ്, അതിനെ നമ്മൾ അതിലുള്ള സെല്ലുലാർ ബാരിയറാണ് ഈ പറയുന്ന നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത്. അതിന് പല മൈക്രോ ഓർഗാനിസത്തിനെയും ഇൻജസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് വൺ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്. ഗ്യാമീറ്റോജനസിസ്. ഇതിവിടെ ഗ്യാമീറ്റോജനസിസ് മുതൽ ഓർഗാനോജനസിസ് വരെയുള്ള പ്രോസസ്സാണ്. ഗ്യാമീറ്റോജനസിസ് നടന്നാൽ ഗ്യാമീറ്റ് ട്രാൻസ്ഫർ നടക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാമീറ്റ് ഫ്യൂഷൻ നടക്കണം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിംഗമി ഓർ ഫെർട്ടിലൈസേഷൻ. അത് കഴിയുമ്പോൾ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ നടക്കണം അല്ലെങ്കിൽ ക്ലീവേജ് നടക്കണം. സെൽ ഡിവിഷൻ നടന്നു കഴിഞ്ഞ് സെൽ ഡിഫറൻഷിയേഷൻ നടക്കണം. സെൽ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞ് ഓർഗാനോജനസിസ് നടക്കണം. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഹിയർ. നെക്സ്റ്റ് വൺ. Which of the following hormone is responsible for both milk ejection reflex and the fetal ejection reflex? Oxytocin ആണ് കേട്ടോ. Oxytocin that will help in milk ejection and the fetal ejection reflex. Next one. No new follicle develop in the luteal phase of the menstrual cycle because പുതിയ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൂട്ടിയൽ ഫേസ് എത്തി പ്രൊജസ്ട്രോൺ സെക്രേറ്റ് ചെയ്ത് തുടങ്ങിയ FSHന്റെ LHന്റെ ലെവൽ കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ടാണ് ബോത്ത് FSH ആൻഡ് LH ലെവൽ ആർ ലോ ഇൻ ദ ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്ന corpus luteum റിമെയിൻ ചെയ്യുന്ന ഫേസ് ആണ്. നെക്സ്റ്റ് വൺ. ഇൻ ഓസ്ട്രേലിയ marsupials and placental mammals have evolved to share many similar characteristics. This type of evolution may be referred to as, നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർസൂപ്പിയൽസിൻ്റെയും പ്ലാസെന്റൽ മാമൽസിൻ്റെയും ഇടയിലുള്ള എവല്യൂഷൻ എന്ന് പറയുന്ന കൺവേർജൻ്റ് എവല്യൂഷനാണ്. അവർ ഒരേ ഹാബിറ്റാറ്റിൽ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഓർഗൻസ് ഇവോൾവ് ആയിട്ടുള്ളതാണ്. അത് കൺവേർജൻ്റ് എവല്യൂഷൻ. സോ ദേ വിൽ ഷോ അനലോഗസ് സ്ട്രക്ചർ. അവർക്ക് കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. കോളം 1. XX exo method of sex. It is sex determination. It is seen in the grasshopper. XX XY method of sex determination. It is present in female homogametic.
Karyotype 45 Turner syndrome, because XO condition it is seen in this. And ZWZZ method of sex determination, it is seen in the female heterogametic ആയിട്ടുള്ള ബേർഡ്സിൽ കാണുന്നതാണ്. So here fourth option is correct. Next question, if we see, what will be the sequence of mRNA produced by the following stretch of DNA? നമുക്ക് mRNA സീക്വൻസ് അറിയണമെങ്കിൽ നമ്മൾ ആ കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ടല്ലോ, കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലാത്ത സ്ട്രാൻഡ്, അതായത് 5' 3' സ്ട്രാൻഡ്, ആ 5' 3' സ്ട്രാൻഡിന്റെ ടി മാറ്റി അവിടെയൊക്കെ യു ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ mRNA സീക്വൻസ് കിട്ടും. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ദിസ് ഈസ് ദ കോഡിംഗ് സ്ട്രാൻഡ്. ഈ കോഡിംഗ് സ്ട്രാൻഡിന്റെ ടി എല്ലാം മാറ്റി ഞാൻ യു ആക്കാൻ പോവാണ്. UACG 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 UACG, this is the sequence. So here UACG 5' 3' direction UACG is the correct strand. ഇനി 3' 5' സ്ട്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അത് തെറ്റാണ് കേട്ടോ. 5' 3' സ്ട്രാൻഡ് തന്നെയാണ് എന്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദ നീ ജെർക്ക് റിഫ്ലെക്സ്, stimulus is the stretching of muscle and response is its contraction. Stimulus എന്ന് പറയുന്ന മസിൽസിന്റെ സ്ട്രെച്ചും അതുപോലെ കൺട്രാക്ഷൻ ആണ് അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, an action potential in an axon does not move backward because the segment behind is in a refractory phase. പുറകിലിരിക്കുന്ന മെസ്സേജ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെസ്സേജ് വീണ്ടും തിരിച്ച് ബാക്കിലേക്ക് പോകില്ല, കാരണം അത് ബാക്കിലുള്ള ഭാഗം റിഫ്രാക്ടറി ഫേസിലാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഡീപോളറൈസേഷൻ ഓഫ് ഹെയർ സെൽസ് ഓഫ് കോക്ലിയ റിസൾട്ട് ഇൻ ഓപ്പണിംഗ് ഓഫ് ദ മെക്കാനിക്കലി ഗേറ്റഡ് പൊട്ടാഷ്യം അയോൺ ചാനൽസ്. അതും എന്താണ് കറക്റ്റ് ആണ്. ഹെയർ സെൽസ്, കോക്ലിയയിലുള്ള ഹെയർ സെൽസ് ആണ് ഈ പറയുന്ന സെൻസിറ്റീവ് റീജിയൻ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്, ഇന്നർ ഇയറിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. റോഡ്സ് ആർ വെരി സെൻസിറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഡേ ലൈറ്റ് വിഷൻ. റോഡ്സ് അല്ല, കോൺസ് ആണ് ഡേ ലൈറ്റ് വിഷൻ കൊടുക്കുന്നത്. റോഡ്സ് ആർ വെരി സെൻസിറ്റീവ് ടു scotopic vision. Next one, match the following joints with the bones involved. ഗ്ലൈഡിംഗ് ജോയിന്റ് കാണുന്നത് കാർപ്പൽസിന്റെ ഇടയിലാണ്, ബിറ്റ്വീൻ ദ കാർപ്പൽസ്. ഹിഞ്ച് ജോയിന്റ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ ഹ്യൂമറസ് ആൻഡ് അൾന. പിവോട്ട് ജോയിന്റ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. സാഡിൽ ജോയിന്റ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. ഓക്കെ, ഇത് നമ്മുടെ ജോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കണം. അതിൽ നിന്ന് പുറത്തുനിന്ന് അധികം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോ ഹിയർ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ? ഇതിനകത്ത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന മയാസീനിയ ഗ്രേവിസ് ആണ്. മയാസീനിയ ഗ്രേവിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റിലേക്ക് റിലീസ് ചെയ്യുന്ന അസറ്റൈൽ കൊളൈൻ്റെ റിസപ്റ്റേഴ്സിന് നമ്മുടെ ബോഡി തന്നെ ആൻറ്റിജനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മസിലിൻ്റെ കൺട്രാക്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നെക്സ്റ്റ് വൺ, ഗൗട്ട് എന്നൊക്കെ പറയുന്ന യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിറ്റ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന, അതുപോലെ തന്നെ പാരത്ത് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് ഓസ്റ്റിയോപോറോസിസ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിൽ ഉണ്ടാകുന്ന ഡിസീസാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് എക്സ്റ്റെൻഡഡ് വർക്ക് ടൈം ആൻഡ് റെഡ്യൂസ് സ്ലീപ്പ് ടൈം ഡിസ്റപ്റ്റ് ദ ആക്ടിവിറ്റി ഓഫ്. പീനിയൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റിയാണ് അത് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പീനിയൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് സൈക്കിളാണ്. അപ്പോൾ നമ്മുടെ സർക്കാഡിയൽ റിതം അല്ലെങ്കിൽ ഡയേണൽ റിതം ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ആയിട്ടുള്ള മെലാറ്റോണിൻ, ആ മെലാറ്റോണിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് കണ്ടീഷൻ ഓഫ് ദ എന്താണ് ഡേ ടു ഡേ ലൈഫ് ആണ്. അപ്പോൾ അത് ഇമ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡിൻ്റെ മെലാറ്റോണിൻ്റെ സെക്രീഷനെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ സ്റ്റിമുലേറ്റ് ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ടു റിലീസ് ദ പാരാതൈറോയ്ഡ് ഹോർമോൺ? ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്ന ഹൈപ്പർ കാൽഷ്യമിക് ആണ്. ഹൈപ്പർ കാൽഷ്യമിക് ആയിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ദിസ് വിൽ ബി സ്റ്റിമുലേറ്റഡ് വെൻ ദ ഫോൾ ഇൻ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയുമ്പോൾ. സോ തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? IUD സപ്രസ് ഗ്യാമീറ്റോജനസിസ്. ഗ്യാമീറ്റോജനസിനെ ഒന്നും IUD സപ്രസ് ചെയ്യുന്നില്ല. IUDs വൺസ് ഇൻസർട്ടഡ് നീഡ് നോട്ട് ബി റീപ്ലേസ്ഡ്. അത് റീപ്ലേസ് ചെയ്യണം ഇടയ്ക്ക്. IUD ആർ ജനറലി ഇൻസർട്ടഡ് ബൈ ദ യൂസർ ഓർ ഹെർസെൽഫ്. അല്ല, IUD ഇൻസർട്ട് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ വേണം ചെയ്യാൻ. IUD increase the phagocytosis of sperms in the uterus. Yes, copper releasing IUD അല്ലെങ്കിൽ hormone releasing IUDs നൊക്കെ ഈ ഫങ്ഷൻസ് ഉണ്ട്. So this fourth option is correct. Next one, which of the following is sexually transmitted disease do not specifically affect the reproductive organ? Reproductive organ affect ചെയ്യാത്ത ഏതാണെന്ന് വെച്ചാൽ എയ്ഡ്സും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് കേട്ടോ.
ബാക്കിയെല്ലാം ക്ലാമിഡിയാസിസും അതുപോലെ ജെനിറ്റൽ വാർഡ്സ് അതുപോലെ സിഫിലിസ് ജെനിറ്റൽ ഹെർബ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ജെനിറ്റൽ ഓർഗനിൽ ലീഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡിസീസസ് ഒക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എക്സ്പിരേഷൻ ഇസ് ഇനീഷ്യേറ്റഡ് ഡ്യൂ ടു കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ മാത്രം കൺട്രാക്ഷൻ കൊണ്ടല്ല, റിലാക്സേഷൻ കൊണ്ടാണ് ഡയഫ്രത്തിൻ്റെ ഇന്റർകോസ്റ്റൽ മസിലിൻ്റെ. തെറ്റാണ്. സോ ഹിയർ എക്സ്പിരേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ കൊണ്ട് മാത്രമല്ല എക്സ്പിരേഷൻ നടക്കുന്നത്, ഡയഫ്രം കൊണ്ടും കൂടിയാണ് എക്സ്പിരേഷൻ നടക്കുന്നത്. ഇൻട്രാപൾമിനറി പ്രഷർ ഈസ് ലോവർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ നടക്കുന്നത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലുള്ള പ്രഷർ കുറയുമ്പോൾ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറയുമ്പോഴാണ്. സോ ദിസ് ഈസ് കറക്റ്റ്. ഇൻസ്പിരേഷൻ ഒക്കേഴ്സ് വെൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലെസ് ദാൻ ദ ഇൻട്രാപൾമിനറി പ്രഷർ. ഇൻസ്പിരേഷൻ നടക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലുള്ളപ്പോഴും ഇൻട്രാപൾമിനറി പ്രഷർ കുറവുള്ളപ്പോഴുമാണ്. സോ ഹിയർ തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് in after a forced expiration is known as vital capacity. vital capacity എന്നാണ് അതിന് പറയാം. അതായത് ടൈഡൽ വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഏകദേശം 4600 ml എയർ നമ്മുടെ ലങ്സിൽ എടുക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, all the components of the nodal tissue are auto-excitable. Why does the SA node act as the normal pacemaker? SA നോഡിന് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡീപോളറൈസേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 72 times നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ കാരണം ഒരു മിനിറ്റിൽ. പക്ഷേ AB നോഡ്, ഇത് SA നോഡ് ഹാസ് ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡീപോളറൈസേഷൻ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. SA നോഡ് ഹാസ് ലോവസ്റ്റ് റേറ്റ് ഓഫ് ഡീപോളറൈസേഷൻ. അത് തെറ്റാണ്. SA നോഡ് ഈസ് ദ ഓൺലി കമ്പോണൻറ്റ് ടു ജനറേറ്റ് ദ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ. അല്ല, AB നോഡും ത്രഷോൾഡ് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും, പക്ഷേ അവിടെ ഫ്രീക്വൻസി കുറവായിരിക്കും. ഏകദേശം 10-45 പ്രാവശ്യമാണ് ഒരു മിനിറ്റിൽ അത് നോഡൽ റിതം എന്നാണ് പറയുക, ആ റിതം ഉണ്ടാക്കുള്ളൂ. ഓൺലി SA നോഡ് ക്യാൻ കൺവേ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ടു ദ അതർ കമ്പോണൻസ്. SA നോഡിന് മാത്രമല്ല കൊടുക്കാൻ പറ്റുള്ളൂ, AB നോഡിനും അതുപോലെ ബണ്ടിൽ ഓഫ് ഹിസിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ ഹിയർ SA നോഡ് ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡീപോളറൈസേഷൻ. ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ ആക്ടിങ് ആസ് എ pacemaker. Next one, a specialized nodal tissue embedded in the lower corner of the right atrium close to the atrioventricular septum delay the spreading of impulses to heart apex for about 0.1 second. This delay allows 0.1 second. atrium നിറഞ്ഞു കഴിയുമ്പോഴാണ് SA നോഡ് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന കൺട്രാക്ഷന് വേണ്ടിയിട്ട്. അതൊരു 0.1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് മറ്റേലേക്ക് പാസ് ചെയ്യുള്ളൂ, വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ 0.1 സെക്കൻഡ് സമയം ഈ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് നിൽക്കണം. കാരണം 0.1 സെക്കൻഡ് സമയം ഏട്രിയ കംപ്ലീറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയം. അപ്പോൾ ഏട്രിയ കംപ്ലീറ്റ് ബ്ലഡ് റിലീസ് ചെയ്യുമ്പോൾ, വെൻട്രിക്കിളിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിരുന്ന ആ ബ്ലഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് 0.1 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ നെഫ്രോൺ വിത്ത് ദെയർ ഫംഗ്ഷൻ. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നടക്കുന്ന റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഓൺലി. ഓക്കെ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദാറ്റ് ഈസ് റീഅബ്സോർപ്ഷൻ ഓഫ് അയൺ, വാട്ടർ ആൻഡ് ഓർഗാനിക് ന്യൂട്രിയൻസ്. This is correct. Ascending limb of Henle's loop, that is reabsorption of salt only. Distal convoluted tubule, conditional reabsorption of sodium ions and water. So here the third option is correct. Next question, match the items in column 1 with those in column 2. Podocytes. Podocytes are filtration slits which is present in the Bowman's capsule. Protonephridia, it is present in Amphioxus. Cephalocodite വരുന്നതാണ്. Cephalocodite excretory organ ആണ് Protonephridia എന്ന് പറയുന്നത്. Nephridia, that is seen in annelid. Renal calculi, that is crystallized oxalate which is present in kidney. So here the correct option is 4. Next question, which of the following receptors are specifically responsible for maintenance of balance of body and posture? ബോഡി ബാലൻസും അതുപോലെ തന്നെ പോസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്നർ ഇയറിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കാണുന്ന ക്രിസ്റ്റ ആംപുലറിസും അതുപോലെ തന്നെ മാക്കുലാർ റീജിയനും കൂടി ഇതാണ്. ഇത് രണ്ടും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. ക്രിസ്റ്റ ആംപുലറിസ് എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാലിൻ്റെ ആംപുലാർ റീജിയനിലിരിക്കുന്ന റിഡ്ജ് പോലത്തെ ഭാഗം സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ക്രിസ്റ്റ ആംപുലറിസ് എന്ന് പറയുന്നത്. മാക്കുലാർ റീജിയൻ എന്ന് പറയുന്നത് ഇന്നർ ഇയറിലെ വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ വെസ്റ്റിബ്യൂളിൻ്റെ അടുത്തിരിക്കുന്ന വെസ്റ്റിബ്യൂളിൻ്റെ പാർട്ടായിട്ടുള്ള യൂട്രിക്കിളിൻ്റെയും സാക്യൂളിൻ്റെയും സെൻസിറ്റീവ് റീജിയനാണ് ഈ മാക്കുല എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് നമ്മുടെ ബോഡി ബാലൻസും അതുപോലെ പോസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഈസ് പ്രസന്റ് ഇൻ ദ ഹയസ്റ്റ് നമ്പർ ഇൻ സെക്രീറ്ററി സെൽസ്? സെക്രീറ്ററി സെൽസിലെ ഏറ്റവും കൂടുതൽ കാണുന്ന സെൽ ഓർഗനൽ എന്ന് പറയുന്ന ഗോൾജി അപ്പാരറ്റസ് ആണ്. കാരണം ഗോൾജി
ടെസിൽ നിന്നാണ് സെക്രീഷൻ നടക്കുന്നത്, അതായത് ഡിസ്പാച്ച് നടക്കുന്നത്. സോ ഹിയർ ഗോൾജി കോംപ്ലക്സ്. നെക്സ്റ്റ് വൺ, നോൺ മെംബ്രേനിയസ് ന്യൂക്ലിയോപ്ലാസ്മിക് സ്ട്രക്ചർ ഇൻ ന്യൂക്ലിയസ് ആർ ദ സൈറ്റ് ഫോർ ആക്റ്റീവ് സിന്തസിസ് ഓഫ്. ന്യൂക്ലിയസിന് ഉള്ളിലുള്ള നോൺ മെംബ്രേനിയസ് ന്യൂക്ലിയോപ്ലാസ്മിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോളസ് ആണ്. അത് അവിടെ ആക്റ്റീവായിട്ട് സിന്തസൈസ് ചെയ്യുന്ന റൈബോസോമൽ RNA ആണ്. സോ ഹിയർ rRNA is the correct option. Next question, which of the following nucleic acid is present in an organism having 70S ribosomes only? 70S ribosome കാണുന്ന പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലാണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണുന്ന DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ DNA ആയിരിക്കും. അതിനകത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് അതിനെ നേക്കഡ് DNA എന്നാണ് പറയുക. സോ ഹിയർ വി ക്യാൻ സേ ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ നേക്കഡ് DNA ആണ് ഈ 70S റൈബോസോം ഉള്ള ഓർഗാനിസത്തിൽ കാണുന്നത്. Next question, after meiosis 1 the resultant daughter cells have, meiosis 1 കഴിഞ്ഞ resultant daughter cellsൽ haploid number of chromosomes with double amount of DNA ആയിരിക്കും കാണുക. So here we can say twice the amount of DNA in comparison to haploid gamete. ഈ twice the amount of DNA കുറയ്ക്കണമെങ്കിൽ meiotic division 2 നടക്കണം. അന്നേരമാണ് ആ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് ആക്യുറേറ്റ് എമൗണ്ട് ഓഫ് DNA with the haploid number of chromosomes ആവുള്ളൂ. Next one, which of the following organic compound is the main constituent of lecithin? lecithin എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ലിപ്പിഡ് ആണ്. that is lipid attached with a phosphate molecule. So here phospholipid is also called as lecithin. Okay, next one, the main difference between active and passive transport across the cell membrane is, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പാസീവ് ട്രാൻസ്പോർട്ടിന് എനർജി വേണ്ട, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി വേണം. പാസീവ് ട്രാൻസ്പോർട്ട് അക്കോർഡിംഗ് ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. സോ ഹിയർ വി ക്യാൻ സേ പാസീവ് ട്രാൻസ്പോർട്ട് റിക്വയർഡ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അക്രോസ് എ ബയോളജിക്കൽ മെംബ്രെയിൻ, whereas active transport require energy to move solute. This is the correct option. Okay, next question, match the items given in column 1 with those in column 2 and choose the correct option. Renin, RENNIN, renin, that is a milk protein. Enterokinase, it will activate trypsinogen. Milk protein digesting enzyme ആണ് ട്ടോ renin എന്ന് പറയുന്നത്. മിൽക്ക് പ്രോട്ടീൻ അല്ല, മിൽക്ക് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് renin എന്ന് പറയുന്നത്. Enterokinase, trypsinogen. Oxyntic cells അല്ലെങ്കിൽ parietal cells that will secrete HCl and vitamin B12. വിറ്റാമിൻ B12ന്റെ ഡെഫിഷ്യൻസി വന്നാൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് pernicious anemia. Fructose, it will undergo facilitated transport. So here the correct option. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാഷിയോർക്കർ ഡിസീസ് ഇസ് ഡ്യൂ ടു. ക്വാഷിയോർക്കർ ഡിസീസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി നോട്ട് അക്കമ്പനീഡ് ബൈ കാലറി ഡെഫിഷ്യൻസി ആണ് കേട്ടോ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാത്രം ഉള്ളതിനെയാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. കാലറി ഡെഫിഷ്യൻസിയും കൂടി വരുന്നതിനെ നമ്മൾ മരാസ്മസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ജനറ വിത്ത് ദ റെസ്പെക്റ്റീവ് ഫൈലം. ഒഫ്യൂറ, ഒഫ്യൂറയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് ബ്രിട്ടിൽ സ്റ്റാർ, ദറ്റ് കംസ് ഇൻ എക്കിനോഡെർമേറ്റ ഗ്രൂപ്പ്. ഫൈസേലിയ ഈസ് ഓൾസോ കോൾഡ് as Portuguese man of war, it comes in Coelenterata. Pinctada, that is also called as pearl oyster, it comes in mollusca. അതുപോലെ planaria it comes in planaria, it is also called as flatworm and it comes in platyhelminthes. Next question, so here the correct option is 3. Okay, next question, which of the following animals are true coelomate with bilateral symmetry? ട്രൂ സീലോമേറ്റ് ഉള്ള ബൈലാറ്ററൽ സിമെട്രി ഉള്ള ഓർഗാനിസംസ് ഇതിനകത്ത് ആനലീഡ് ആണ്. ആസ്കെൽമിന്തസിൽ സ്യൂഡോ സീലോമേറ്റ് ആണ്. അഡൽറ്റ് എക്കിനോഡെർമേറ്റ് എന്ന് പറയുന്ന റേഡിയൽ സിമെട്രി ആണ് അവർക്കുള്ളത്. പ്ലാറ്റി എൽമിന്തസിൽ എസീലോമേറ്റ് ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ് വൺ, ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ജനറലി ഇൻ എ പെയർ യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ഇൻ ടാക്സോണമി കീ ആർ റെഫേർഡ് ടു ആസ്. കപ്ലെറ്റ് എന്നാണ് പറയുക. അതായത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരു കീയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കപ്ലെറ്റ് എന്നാണ് represent ചെയ്യുന്നത്. Next question, match the following cell structure with its characteristic feature. Tight junction, it will establish a barrier to prevent leakage of fluid across the epithelial cells. അപ്പോൾ ഇതാണ് കറക്റ്റ് കേട്ടോ. Tight junction, it will establish a barrier to prevent the leakage of fluid across the epithelial cells. Next one, adhering junction എന്ന് പറയുന്നത് cementing neighboring cells together to form the sheet. Next, gap junction, it will cytoplasmic okay,
സൈറ്റോപ്ലാസ്മിക് ചാനൽസ് ടു ഫെസിലിറ്റേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് സെൽസ്, അതാണ് ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ത്രൂ ദ കെമിക്കൽ ടു അനദർ സെൽ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഫീമെയിൽ കോക്രോച്ച് പൊസസ് 16 ഒവേറിയോൾ ഇൻ ദ ഓവറീസ്. കറക്റ്റ് ആണ്. കോക്രോച്ചസ് എക്സിബിറ്റ് മൊസൈക് വിഷൻ വിത്ത് ലെസ് സെൻസിറ്റിവിറ്റി. മോർ സെൻസിറ്റിവിറ്റിയാണ് ആൻഡ് മോർ റെസൊല്യൂഷൻ അല്ല, ലെസ് റെസൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. എ മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് ഈസ് present in the 6th and 7th abdominal segment of male cockroach. Correct ആണ്. A pair of spermatheca is present in the 6th segment of female cockroach. That is also correct. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഇതിനകത്ത് നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റീഡ് ചെയ്യുമ്പോൾ അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന കേട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് 22 years ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നത് അത് നോക്കിയിട്ട് വേണം കേട്ടോ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ.